ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബ്രെഡ് ഇറച്ചിപ്പോള അല്ലെങ്കിൽ ബ്രെഡ് ഇറച്ചി കേക്ക് എന്ന് പറയാം കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിലും എടുക്കുക. ചിക്കനും മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 250 ഗ്രാമോളം ചിക്കൻ നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ ഉപ്പ് മുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഈ ഒരു ചിക്കനൊന്നും കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇട്ടതാണ്, അത് ശ്രദ്ധിക്കണേ. എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഇതുപോലെ അങ്ങ് വാടി വന്നതിന് ശേഷം ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ അങ്ങനെയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഒരുപാട് വേണ്ട. എല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതുപോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി പൊടികളായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മാത്രമാണ് കേട്ടോ. ബാക്കി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എല്ലാം ചേർത്തതാണല്ലോ. ഇത്രയും മതി. എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിൽ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 3 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ് കടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ മുട്ട ഒട്ടും തന്നെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും രണ്ടും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഭയങ്കര സിമ്പിൾ ഫില്ലിങ് അല്ലേ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ വെറും മുട്ട മാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കുക കേട്ടോ, ഉപ്പ് എത്രത്തോളം വേണം. എരിവ് കുറവായിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു മുട്ടയിലും കൂടി ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ചെറിയൊരു മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 3 മുട്ടയിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. മല്ലിയിൽ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു ടൈം ചേർക്കുക കേട്ടോ. കുറച്ച് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അങ്ങ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ഏതിലാണ് പോള റെഡിയാക്കുന്ന ആ ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എല്ലാ സൈഡിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മുട്ട മിക്സ് ചെയ്ത് വെച്ചില്ല, അതിലേക്ക് ഓരോ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് പാൻ്റെ സൈഡിൽ ആദ്യം തന്നെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പാൻ്റെ അടിഭാഗം മൊത്തത്തിലായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ. അത് നിങ്ങൾക്ക് ബ്രെഡ് ഇങ്ങനെ വലിയ പീസായിട്ട് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടുക അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോ ബ്രെഡ് പീസസ് എടുക്കുമ്പോൾ മുട്ടയിൽ മുക്കിയെടുക്കാൻ വിട്ടുപോകരുതേ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കട്ടെ. പിന്നെ ബ്രെഡിൻ്റെ സൈഡ് കളയണമെന്നൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. കാരണം പാലിൽ മുക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കഴിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ സൈഡ് കളഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈറ്റ് കളറിലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടിഭാഗത്ത് മൊത്തത്തിൽ ബ്രെഡ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ല, അത് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അളവിൽ നമുക്ക് 2 പോള റെഡിയാക്കി എടുക്കാനുള്ളതുണ്ട് കേട്ടോ. അത്യാവശ്യം ഫില്ലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ബ്രെഡ് കൊണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബ്രെഡ് സ്ലൈസസ് എടുക്കുമ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സിൽ കോട്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ മുട്ട ടോട്ടൽ 6 മുട്ട വേണം കേട്ടോ. അതായത് ആദ്യം 3 മുട്ട കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, കാരണം ഒരുപാടാക്കിയിട്ട് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ 6 മുട്ടയ്ക്കാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഗ്യാപ്പ് പാടില്ല കേട്ടോ.
അങ്ങനെ ഇതുപോലെ മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് കൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി മുട്ട ഇതുപോലെ ഉള്ളത് മൊത്തത്തിലായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒട്ടും തന്നെ ബാക്കിയായിട്ട് മുട്ടയില്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാൻ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം എത്രത്തോളം ചെറിയ ഫ്ലെയിം ആക്കാൻ പറ്റുമോ അത്രയും ഫ്ലെയിം കുറച്ചിട്ട് 20 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കിനും മൊത്തത്തിൽ റെഡി ആയിക്കോളും. ചില സമയത്ത് ഓരോ പാത്രത്തിൻ്റെ ഓരോ ഫ്ലെയിമിൻ്റെ ഒക്കെ വ്യത്യാസത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരട്ടെ ടൈമിൽ. അങ്ങനെയാണെങ്കിൽ 25 മിനിറ്റോളം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വേറൊരു പാനിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. കാരണം മുകൾ ഭാഗം കൂടി ഒന്നങ്ങ് മൊരിയിച്ചെടുക്കണം, എങ്കിലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നല്ല ഹൈറ്റിൽ നല്ല ഭംഗിയില്ലേ. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ്, ഒരു 4-5 മിനിറ്റ് മാത്രം ഒന്ന് ഈ ഒരു സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബ്രെഡ് ഇറച്ചിപ്പോള റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഒരുപാട് അങ്ങനെ ഓയിലുള്ളൊരു സ്നാക്കൊന്നും അല്ലല്ലോ. പിന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചിക്കൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബീഫോ അല്ലെങ്കിൽ വെറും മുട്ട വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്